പ്രാർത്ഥിക്കുന്നു. ആരുടെ ശരീരം രോഗങ്ങൾ കൊണ്ട് തളർന്നിട്ടുണ്ടോ അവരെല്ലാം ഈ ആശീർവാദം ശരീരത്തെ ബലപ്പെടുത്തേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ നിൻ്റെ എല്ലാത്തിനും പോകുന്ന നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരെയും മാലാഖമാരെ രക്തസാക്ഷികളെ നിന്നാർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ആരാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അവരെല്ലാം അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥമാകാൻ വേണ്ടി പ്രധാന മധ്യസ്ഥ വിശുദ്ധ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്രകളെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ ഓരോ നടപടികളെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിന്നോട് സംസാരിക്കുന്നവരെ ഇന്ന് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പറന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എഴുതേണ്ട പേപ്പറുകൾ, ഇന്ന് ഒപ്പിട്ട് കൊടുക്കേണ്ട രേഖകൾ കർത്താവ് ആശീർവദിക്കട്ടെ, അതിന് ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഇന്ന് എവിടെയെങ്കിലും ഒപ്പിടുമ്പോൾ എൻ്റെ അച്ഛൻ്റെ രാവിലെയുള്ള പ്രാർത്ഥന നീ ഓർക്കണം. എന്താ കാര്യം? അത് നീ ഓർത്ത ആ സമയത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു എന്ന് നിനക്ക് മനസ്സിലാക്കാം. കർത്താവ് വിവാഹവുമായി ബന്ധപ്പെട്ട പോക്കുവരവുകൾ, യാത്രകൾ, സ്ഥലവുമായി ബന്ധപ്പെട്ട പോക്കുവരവുകൾ, യാത്രകൾ എല്ലാം സമയത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഈശോയെ. വർഷങ്ങളായിട്ട് ജീവിത പങ്കാളി ആഗ്രഹിച്ചതും കിട്ടാത്തവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇപ്പോഴും ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു. സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അടിച്ചുറപ്പുള്ള വീട്ടിൽ കിടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവ് പട്ടിണിയായാലും ഉറപ്പുള്ള വീട് കിട്ടിയാൽ മതി എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ അച്ഛനെ ഈ നിമിഷം ആശീർവദിക്കുന്നു. ഭവനം ലഭിക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആശ്രയങ്ങൾ, നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സമാധാനത്തിൽ പൊറുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ ഭവന നിർമ്മാണത്തിനോ വഴിക്കോ വീടിനോ സ്ഥലത്തിനോ വെളിച്ചത്തിനോ വെള്ളത്തിനോ നിനക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കാരണം നിന്നെ ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നീ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങൾ, പല പല വിഷയങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളും യേശുക്രിസ്തു നാമത്തിൽ മാറുകയും കർത്താവിൻ്റെ കൃപ നിന്നെ ആവശ്യിക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് തിരിച്ചു വരും. നിൻ്റെ എല്ലാ ഉദ്യമങ്ങളും ഉത്തരവാദിത്തം പൂർത്തിയാക്കിക്കൊണ്ട് രാത്രി നീ തിരിച്ചെത്തുന്നതുവരെ കർത്താവ് നിൻ്റെ കൂടെ നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും തിരിച്ച് കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. തിരിച്ചു വരേണ്ട സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് നിന്നെ എതിരേൽക്കട്ടെ. ഈ ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത്